we did the right thing, but it didn't turn out that way. It's been heavy and we're starting to break, but I hope you'll be okay. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായില്ലേ ഒന്ന് എവിടെയെങ്കിലും പോയിട്ട്. അപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് അംജൂട്ടൻ്റെ ബർത്ത്ഡേക്ക് പോകാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞാരെയാണ് കേട്ടോ ഞങ്ങളിങ്ങനെ പോവാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, ഫാമിലി മൊത്തം ഉണ്ട്. അപ്പോൾ അവിടെ ഒരു അറേബ്യൻ സീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അത് കാണാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു. പക്ഷേ അത് മാത്രം കണ്ടില്ല, വേറെ ഒരു സ്ഥലത്തേക്കായി എത്തിപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് കോഴിക്കോട് ഏതോ ഒരു പാർക്കിലാണ് കേട്ടോ. അവിടെ എന്തോ പണികളൊക്കെ ചെറുതായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അധികം സമയം നിന്നില്ല കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി അവിടെ നിന്നാട്ടോ പിന്നെ ശരിക്കും വീഡിയോ ഒക്കെ എടുത്തത്. പക്ഷേ ഇവിടെ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് പടക്കവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പൊട്ടുന്നതൊക്കെ കണ്ടു കേട്ടോ. എവിടുന്നാണെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ വെറുതെ ജസ്റ്റ് നടക്കാനൊക്കെ നല്ല അടിപൊളി ഒരു പാർക്ക്. പക്ഷേ കുട്ടികൾക്കൊന്നും കളിക്കാനൊന്നുമില്ല, അതിൻ്റെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നത് തോന്നുന്നു. ഇവിടെ ഭയങ്കര പടക്കം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയം അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന്. ആകാശത്തൊരു താരകമില്ലാതായി പോയാൽ ആരറിയാൻ, ഒരു 100 കിളികളിൻ കൂട്ടത്തിൽ ഒരു ചിറകിൻ വേദന ആരറിയാൻ, 100 പൂക്കളിൻ തോട്ടത്തിൽ ഒരു കളയിൻ കഥയത് ആർ പറയാൻ, ജീവിതമെന്നൊരോട്ടത്തിൽ വീണുപോയവരെ ആര് നിലയ്ക്കാൻ. ആകാശത്തൊരു താരകമില്ലാതായി പോയാൽ ആരറിയാൻ, ഒരു 100 കിളികളിൻ കൂട്ടത്തിൽ ഒരു ചിറകിൻ വേദന ആരറിയാൻ, 100 പൂക്കളിൻ തോട്ടത്തിൽ ഒരു കളയിൻ കഥയത് ആർ പറയാൻ, ജീവിതമെന്നൊരോട്ടത്തിൽ വീണുപോയവരെ ആര് നിലയ്ക്കാൻ. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10-20 മിനിറ്റൊക്കെ ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു നല്ല വൈബുള്ളൊരു സ്ഥലം കേട്ടോ. ഒരുപാട് സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും. പക്ഷേ ഞങ്ങൾ അറേബ്യൻ സീയിലേക്ക് പോകണമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. പക്ഷേ അറേബ്യൻ സീയിലേക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. മറ്റേ സ്ഥലത്ത് പോയപ്പോൾ അവിടുന്ന് അങ്ങോട്ട് അറേബ്യൻ സീയിലേക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ സമയം തീർന്നു പോയി. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരണമല്ലോ. ഞങ്ങൾ വൈകുന്നേരം ഒരു 4 മണിക്ക് 4:30-ഒക്കെയാണ് വീട്ടിൽ നിന്ന് തന്നെ പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് പോകാനൊന്നും പറ്റുന്നത്. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് സമയം അങ്ങനെ നടന്ന് കടലിൻ്റെ കാറ്റും ആ രാത്രിയിലുള്ളൊരു കാറ്റിന് പ്രത്യേക സുഖമാണല്ലോ. അങ്ങനെ അതിലൂടെ ഇങ്ങനെ നടന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അംജൂട്ടനൊക്കെ ആദ്യമേൽ കൂടി, കാരണം ഇങ്ങനെ പോരുന്ന കാര്യം പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവന് നല്ലോണം വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പോപ്കോണിൻ്റെ ചെറിയൊരിത് വാങ്ങിച്ചു കൊടുത്താൽ അത് അവനോട് കുത്തിരുന്ന് കഴിക്കുന്നുണ്ട്. വിശന്നിട്ടായിരിക്കാം, ഒന്നും കഴിക്കില്ല. അല്ലെങ്കിൽ എവിടെയും പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണല്ലോ, കാരണം നമ്മളങ്ങനെ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. എപ്പോഴും ഇങ്ങനെ ഉറങ്ങുമ്പോൾ പറയും കുട്ടികൾ കളിക്കുന്ന പാർക്കൊക്കെ പോവുക അമ്മച്ചിന്ന്. ഓനക്ക് അറിയില്ല കുട്ടികൾ കളിക്കുന്ന പാർക്ക് എന്താ ഇതാണെന്നൊന്നും. അങ്ങനെ പോവാത്തത് കൊണ്ട് അങ്ങനെ ആദ്യമായിട്ടാട്ടോ കുട്ടികൾ കളിക്കുന്ന സ്ഥലമൊക്കെ അവൻ കാണണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഓനായിരുന്നു കേട്ടോ അംജൂട്ടനെ. കാരണം എന്നും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പൊക്കെ ഞാൻ കുട്ടികൾ കളിക്കുന്ന പാർക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടാട്ടോ ഞാൻ ഫുഡൊക്കെ കഴിപ്പിക്കണതും ഉറക്കണതും കുളിപ്പിക്കണതും ഒക്കെ. കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഓനിതുവരെ കണ്ടിട്ടില്ല കുട്ടികൾ കളിക്കുന്ന പാർക്ക് എന്താണെന്ന്. അപ്പോൾ ഇന്നാട്ടോ അത് കാണണത്. ഇനി സ്വല്പം ഡീസൻ്റ് ആവാം അല്ലേ. അംജൂട്ടൻ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. എനിച്ചിട്ട് അവിടെ എന്തോ വിളിച്ച് പറയുന്നുണ്ട്, എന്തോ ഒരു ഡാഷ് ഷോ. അംജൂട്ടൻ അതൊന്നും കേൾക്കാനേ സമയമില്ല. അംജൂട്ടൻ അങ്ങനെ പോകുന്നേ, എവിടെയും നിൽക്കൂല. അതാണ് മെയിൻ പ്രശ്നം. അങ്ങനെ ഓടി പോവും, എവിടേക്കേലും പോവും, ആരടുത്തും നിൽക്കൂല.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയിട്ടോ. അങ്ങനെ ഇവിടെ പോവാണ്. നമ്മുടെ സ്ഥലം ഒന്ന് ദേ ഈ സ്ഥലത്തേക്ക്. ഈ സ്ഥലത്തിന് എന്തുവാ പറയുക എനിക്കറിയൂല. അപ്പോൾ ഈ എന്താ ചാട്ടിലിക്കൊട്ട അതിലൊക്കെ കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര അഡ്വഞ്ചറസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി ഗൈസ്. അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് റൈഡൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാടൊന്നുമില്ല, ഒരു 2-3 റൈഡൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാം. മരണക്കിണറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മരണക്കിണർ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ഞാനത് കാണാനും കയറിയിട്ടില്ല. ആ സമയത്ത് ഞാൻ അഞ്ചൂട്ടന് അവിടെ ഒരു ബലൂണിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ കയറ്റി ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അഞ്ചൂട്ടന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ, ഓനല്ലേ ഒന്നും കാണാത്തത്. അപ്പോൾ ഓനെ കയറ്റി ആ സമയം ഞാൻ ഓനെ കളിപ്പിച്ചു. പക്ഷെ ഉമ്മയും നാത്തൂനും നിച്ചുമൊക്കെ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്. അവിടെ ഫസ്റ്റിൽ കയറിയപ്പോൾ ഈ ചെക്കൻ പറയുന്നത് അവൻ്റെ 3D ഷോ ചെന്ന് കയറി കാണാൻ വേണ്ടിയിട്ടാട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, കയറി നോക്കുന്നൊക്കെയാണ് കേട്ടോ. പക്ഷേ അതിൽ കയറിയില്ല ഗൈസ്. പക്ഷേ നല്ല രസമുണ്ടായിരിക്കും, എനിക്കറിയാം. എനിക്ക് 3D ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കയറാൻ പറ്റിയില്ല. പിന്നെ ഒരിക്കൽ കയറാം ഇൻഷാ അല്ലാ. ഉയരത്തിൽ പറക്ക്, ചെറി പൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്, കഥയൊന്നും അറിയാത്ത കൂട്ടം. ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇതെനിക്ക് കാണുമ്പോൾ കൊതിയാവട്ടെ അതിൽ കയറാൻ. എനിക്ക് ഭയങ്കര ഹൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ കുറേ സമയമായി അതിൽ കയറണം എന്നിങ്ങനെ പറയുന്നു കേട്ടോ. പക്ഷേ അതിൽ ഈ കയറിയില്ലെന്നൊക്കെയാണ് പറയണത്. പക്ഷേ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കയറിയാലും എനിക്ക് വീണ്ടും അതിൽ കയറാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് നോക്കിയേ, പണ്ടത്തെ മാലകളും വളകളും. ഞാനൊക്കെ ചെറിയ കുട്ടിയായെന്ന്. ഇത് ഭയങ്കര നൊസ്റ്റു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ക്യാഷുള്ളവർക്ക് ഇഷ്ടംപോലെ വാങ്ങിക്കാം. ഞങ്ങൾ പിന്നെ അത്രയൊന്നും വാങ്ങിച്ചില്ല. വേണ്ടതെല്ലാം പുല്ലിക്കെട്ട്, കയറുകിട്ട കാള ജീവിതമോ ജല്ലിക്കെട്ട്, കണ്ണു മൂടിക്കെട്ടി ഉണ്ടാക്കുന്ന ഇരുട്ട്. അവിടെ കുഞ്ഞു ബേബീസിൻ്റെ കാർട്ടൂണുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. അപ്പോൾ ഈ ഫയർ ടെക്ക് ഉണ്ടല്ലോ, അത് കണ്ട് അഞ്ചൂട്ടന് കാർട്ടൂൺ കണ്ടിട്ടേ അത് ഭയങ്കര ഇഷ്ടം. അതൊക്കെ ഉണ്ട്, അത് വേണമെന്ന് പറഞ്ഞ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആയിക്കുട്ടി ആ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഹെയർ ബാൻഡ് അത് ഹൈക്കുട്ടിക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കേട്ടോ, നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ഷോയിലേക്ക് കയറണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. മരണക്കിണറുണ്ട്, പിന്നെ ചാട്ടിലിക്കൊട്ടയുണ്ട്, പിന്നെ എന്തോ ഒരു കറങ്ങുന്ന സംഭവം ഉണ്ടല്ലോ അതുണ്ട്, പിന്നെ ബേബീസിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഏതിൽ കയറണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കയറണം കൈസ് നിങ്ങൾ പറ. അങ്ങനെ അവർ 3 പേരും മരണക്കിണറിലേക്ക് കയറിയിട്ടാ. കള്ളിക്കാട്ടിൽ മുള്ളു ചെടി പോലൊരുത്തി, ഒരുത്തി കണ്ണാടി നെഞ്ചിൽ കല്ല് വീണ പോലൊരുത്തി, ഒരുത്തി മുന്തിരി കള്ളു കണ്ണുകൊണ്ടെന്നെ മയക്കി എണ്ണ കറുപ്പിയെ എന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു 2ാം പിറവിയെ, ഇത് 2ാം പിറവിയെ. എണ്ണ കറുപ്പിയെ എന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു 2ാം പിറവിയെ, ഇത് 2ാം. ഈ ഒരു സംഭവത്തിൽ കയറാൻ നല്ല ഇഷ്ടമാട്ടോ എനിക്ക്. പക്ഷെ കയറാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ ഇതൊക്കെ ബേബീസിൻ്റെ എന്തൊക്കെയോ ആണ് കേട്ടോ. ഇതിലൊക്കെ അഞ്ചൂട്ടം കയറിയിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ ഓടി കയറുക തന്നെ കേട്ടോ. ടിക്കറ്റ് എടുക്കണം എന്നുള്ള ഓർമ്മയൊന്നും ഓനിക്കില്ലല്ലോ. പിന്നെ ചാടി കയറുമ്പോൾ പിന്നെ അങ്ങോട്ട് ടിക്കറ്റ് കൊടുക്കല്ലാതെ നിവർത്തിയില്ലല്ലോ. ചാടി അങ്ങോട്ട് കയറും എല്ലാത്തിലും, നമ്മൾ കാണുന്നു വേണ്ട. അപ്പോൾ അവർ ഓണാക്കും അവർക്ക്. അങ്ങനെയൊക്കെയൊന്ന് കോമഡി ആയിരുന്നു കേട്ടോ ഗൈസ്. ഇത് ബലൂണുമ്മൽ ഇപ്പോൾ ചാടി കയറി ഈ സമയത്താട്ടോ ഉമ്മയും അവരൊക്കെ മരണക്കിണറിൻ്റെ അടുത്ത് പോയത്. അപ്പോൾ അവരിവിടെ ഞങ്ങളെ കൂട്ടത്തിലില്ല ഇപ്പോൾ.
അവർ മരണക്കിണറിൻ്റെ മുകളിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് സ്റ്റാർട്ടായിട്ടില്ല, അവർക്കുള്ള ആൾക്കാർ വരാതെ അത് സ്റ്റാർട്ടാക്കൂലല്ലോ. അഞ്ചൂട്ടിന് അതിൻ്റെ ഇടയിലുണ്ടല്ലേ വലിഞ്ഞ് കയറുന്നുണ്ട്. വലിഞ്ഞ് കയറിക്കാണ്ട് ഇതിൽ കൂടെ ഇറങ്ങണമെന്നറിയോ, ഈ കയറുന്ന വഴിയിൽ തന്നെ ഇറങ്ങുക. ഓനക്കറിയൂല ഇറങ്ങാൻ, ഏതിലേ ഇറങ്ങണ്ടേ. ലാസ്റ്റ് ആ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആ തൂണും പിടിച്ച് കെട്ടി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ, പേടിച്ചിട്ട് ഇറങ്ങാൻ പറ്റാതെ. അവസാനം ഏതോ ഒരു കുട്ടി അവനെ ഹെൽപ്പാക്കി, അങ്ങനെ കീഴിഞ്ഞ് ഇറങ്ങണം എന്നുള്ള ഇതിൽ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ പിന്നെ അവൻ മനസ്സിലായി കേട്ടോ എങ്ങനെ ഇറങ്ങേണ്ടത്. ആദ്യം കയറി ഇതിൽ കൂടെ അങ്ങനെ കുത്തി ഇറങ്ങി. കണ്ടോ, ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങാതെ ആ തൂണും പിടിച്ചിരിക്കുന്നത് അഞ്ചൂട്ടനാട്ടോ. അവസാനം ഒരു കുട്ടി വന്നിട്ടാണ് അവനെ രക്ഷിച്ചത്. ജീവിച്ചിട്ട് കണ്ണുനീര് പൂട്ടിയല്ലോ കൂച്ചുവിലങ്ങിട്ട് തുച്ഛ ജീവിതത്തിൽ ആശയെല്ലാം നിർത്തിയിട്ട് ഒടുക്കം മരിക്കുമ്പോൾ ആറടി മണ്ണ് പിന്നെ ഈ മോളിങ്ങനെ കൈ പിടിച്ച് ഇറക്കിയതിൻ്റെ ശേഷം ഓൻ മനസ്സിലായിട്ടോ എവിടുന്ന് എങ്ങനെ കയറണം, എങ്ങനെ അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടോ. അങ്ങനെ കയറി വീണ്ടും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ടൈം കാണുമ്പോൾ ആർക്കും മനസ്സിലൊന്നാവില്ലല്ലോ. ഓനിത് ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് ഓന് അറിയില്ല. അപ്പം മോള് കാണിച്ചു കൊടുത്തപ്പോൾ ഓന് പിന്നെ അത് മനസ്സിലായി. പിന്നെ അതിന്മേൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കേട്ടോ. പിന്നെ എപ്പോഴും ഇങ്ങനെ കയറി കുറേ സമയം കളിച്ച്. ഇത് കണ്ടോ, അഞ്ചൂട്ടന് ഓരോന്നിലും ചാടി കയറി എൻജോയ് ചെയ്യാണ് കേട്ടോ. അവൻ്റെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. ഇവർ മരണക്കിണറിൻ്റെ മുകളിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് തുടങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് ആളായാലല്ലേ അത് തുടങ്ങുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ അഞ്ചൂട്ടൻ പഠിച്ചെടുത്തു കേട്ടോ ഗൈസ് അവസാനം. ഇപ്പോൾ ഇതിൻ്റെ മുകളിലുണ്ടോ, ഇത് മരണക്കിണറാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷോ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഏതിലും കയറാത്തത്. അപ്പോൾ എനിക്കാണെങ്കിൽ കയറാൻ ആ ചാട്ടിലിക്കൊട്ട, തോണി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് എനിക്കിഷ്ടം കേട്ടോ. അവസാനം ആ ചാട്ടിലിക്കൊട്ടയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ടിക്കറ്റ് എടുത്തു. ഭയങ്കര തിരക്ക് കേട്ടോ ഗൈസ്. ഇവിടെ ക്യൂ നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ഞാനും നിച്ചുട്ടിയും കൂടെ കേട്ടോ അതിൽ കയറാൻ പോവാണ്. അങ്ങ് ജീവിച്ചിട്ട് കണ്ണുനീര് പൂട്ടിയല്ലോ കൂച്ചുവിലങ്ങിട്ട് തുച്ഛ ജീവിതത്തിൽ ആശയെല്ലാം നിർത്തിയിട്ട് ഒടുക്കം മരിക്കുമ്പോൾ ആറടി മണ്ണ് സ്വന്തം ആര് കാണുവാനാട്ടങ്ങി അങ്ങ് ജീവിച്ചിട്ട് കണ്ണുനീര് പൂട്ടിയല്ലോ കൂച്ചുവിലങ്ങിട്ട് തുച്ഛ ജീവിതത്തിൽ ആശയെല്ലാം നിർത്തിയിട്ട് ഒടുക്കം മരിക്കുമ്പോൾ ആറടി മണ്ണ് സ്വന്തം. ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ എല്ലാവരും ഒരു പുള്ളി പോലെ കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ ഹൈറ്റിൽ അതിൻ്റെ ഒരു വ്യൂ നോക്കൂ ഗൈസ്, എന്തൊരു ഭംഗിയില്ലേ. കോഴിക്കോട് ടൗണാണ്. അപ്പോൾ ഞങ്ങളതിലിങ്ങനെ കയറി ഒരു 5 മിനിറ്റൊക്കെ അതിൽ കറങ്ങിയപ്പോൾ ഒരു രസം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുണ്ട് എന്നെ പോലെയുള്ള ഇങ്ങനത്തെ ഭ്രാന്ത്, ഇങ്ങനെ ഓരോ ഇതിൽ കയറാനും ഹൈറ്റിൽ നിന്ന് ചാടാനും മറ്റേ റോപ്പിൽ പോയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. ഹൈറ്റിൽ നിന്ന് ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൽ കയറ് കെട്ടിയിട്ട് ഹൈറ്റിൽ നിന്ന് ചാടുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതെന്തുവാ പറയുക എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതൊക്കെ എനിക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്, ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് നമ്മളും അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കുമല്ലേ. അങ്ങ് ജീവിച്ചിട്ട് കണ്ണുനീര് പൂട്ടിയല്ലോ കൂച്ചുവിലങ്ങിട്ട് തുച്ഛ ജീവിതത്തിൽ ആശയെല്ലാം നിർത്തിയിട്ട് ഒടുക്കം മരിക്കുമ്പോൾ ആറടി മണ്ണ് സ്വന്തം ആര് കാണുവാനാട്ടങ്ങി അങ്ങ് ജീവിച്ചിട്ട് കണ്ണുനീര് പൂട്ടിയല്ലോ കൂച്ചുവിലങ്ങിട്ട് തുച്ഛ ജീവിതത്തിൽ ആശയെല്ലാം നിർത്തിയിട്ട് ഒടുക്കം മരിക്കുമ്പോൾ ആറടി മണ്ണ് സ്വന്തം. കുറച്ചൊക്കെ ഞാനങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ ഫോണ് താഴേക്ക് വീണ് പോകുക എന്നുള്ളൊരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഗൈസ്. ഇത് കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കാതിരിക്കുന്നത് എങ്ങനെയല്ലേ.
അടങ്ങി അങ്ങ് ജീവിച്ചിട്ട് കണ്ണുനീര് പൂട്ടി എല്ലോ കൂച്ചു വിലങ്ങിട്ട് തുച്ഛ ജീവിതത്തിൽ ആശയെല്ലാം നിർത്തിയിട്ട് ഒടുക്കം മരിക്കുമ്പോൾ 6 അടി മണ്ണ് സ്വത്ത്. വെച്ചിട്ട് ഇത് ഫസ്റ്റ് മുകളിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ആർക്കലാട്ടോ. പിന്നെ അവളത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ തപ്പി നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ യമ്മിയിൽ കയറി ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫയർ ട്രക്ക് കാണിച്ചു ആണോ? തരൂല. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചു. മറ്റുള്ള ചിക്കനേക്കാൾ അപേക്ഷിച്ച് എനിക്ക് യമ്മിയാണ് കേട്ടോ ഇഷ്ടം. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു, അടിപൊളിയായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.